ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ അടിസ്ഥാനം. അതെന്തൊക്കെയാണ്? ഒന്ന്, മക്കളെ വളർത്തൽ. ആ വളർത്തലിൽ ഒന്നാമത്തെ സാധനം ഇടപെടൽ. എന്താ ഇടപെടൽ എന്ന് പറഞ്ഞ? എല്ലാറ്റിലും ഇടപെടും. ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ രീതി അതാണ്. 2, തിരുത്തൽ. 3, നിയന്ത്രിക്കൽ. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ പ്രസംഗം നിങ്ങൾ യൂട്യൂബിൽ ഇട്ട് നോക്കിയാലേ സ്വതന്ത്ര ചിന്തകർ വന്ന് പൊങ്കാലയിടും. അല്ലേ, ഇയാൾ ഇങ്ങനത്തെ ഒരു മൊയന്ത് മനുഷ്യൻ ഇന്നത്തെ കാലത്തും നിയന്ത്രണത്തെ കുറിച്ച് സംസാരിക്കുന്നു, ഇന്നത്തെ കാലത്തും ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇന്നത്തെ കാലത്തും തിരുത്തലിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയും. ഉറപ്പാ. കാരണം ഇസ്ലാമിക് പാരന്റിങ്ങും ഇസ്ലാമികമല്ലാത്ത പാരന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കുട്ടിയെ വളരാൻ വിടുന്ന പാരന്റിങ് സ്റ്റൈലാണ് മറ്റ് ആളുകൾ പറയുന്ന പാരന്റിങ്. നമ്മളുടെ പാരന്റിങ് സ്റ്റൈൽ അതല്ല. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു? 1, ഇടപെടണം. 2, തിരുത്തണം. 3, നിയന്ത്രിക്കണം. ഇടപെടുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല, കുട്ടികൾക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഇടപെടണം? സ്നേഹത്തോടെ ഇടപെടണം. അവന്റെ കൂടെ ചേർന്ന് നിന്ന് അവനെ സ്നേഹിച്ച്, ആ പെൺകുട്ടിയെ സ്നേഹിച്ച്, ഉമ്മാക്ക് സ്നേഹമുണ്ടെന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഇടപെടാൻ അവൻ അനുവദിക്കും. കാരണം എന്താ? നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? കുട്ടികൾക്ക് ഒരു 13 വയസ്സിന് കഴിഞ്ഞാൽ പിന്നെ കൗമാരത്തും ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? കൗമാരത്തിന്റെ പ്രത്യേകത എന്താ? മാതാപിതാക്കൾ ശത്രുക്കളാകും. പിന്നെ മാതാപിതാക്കളൊക്കെ ശത്രുക്കളാ. ഉമ്മ ഈ പണിയൊക്കെ പാപ്പ ഉണ്ടണ്ട, ശത്രുക്കളാ. പിന്നെ ആരാ മാതാപിതാക്കളാവുക? സുഹൃത്തുക്കൾ മാതാപിതാക്കളുടെ സ്ഥാനത്തെത്തും. സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞാലും കുട്ടികൾ കേൾക്കും. അവരെങ്ങനെ അത് വേണ്ട എന്നാ വേണ്ട. ആര് പറഞ്ഞപ്പോഴാ കേട്ടെ? സുഹൃത്ത് പറഞ്ഞപ്പോ. എന്നാ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുവോ? ഇല്ല. എന്തുകൊണ്ടാ? സൗഹൃദമില്ല, അവിടെ സൗഹൃദമില്ല. അപ്പം ഈ കുട്ടിയുമായി ഏറ്റവും നല്ല ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുകയും ആ കുട്ടിയോട് വളരെ സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി ആ കുട്ടി എങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കണം. കുട്ടിയുടെ സകല, കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇടപെടണം, കുട്ടി ഉണരുമ്പോൾ നമ്മൾ ഇടപെടണം, കുട്ടി ഉറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇടപെടണം. സ്കൂളിലേക്കാണ് പോകുമ്പോൾ ഉമ്മ എന്താ ചെയ്യേണ്ടത്? ഉമ്മ അടുക്കളയിൽ ഒരു പണി തന്നെ പണി. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, ഈ പണി ഇത്തിരി നേരം ഒന്ന് മാറ്റിക്കണം. 2 പത്തിരി കരിഞ്ഞോട്ടെ, കുട്ടി നാശാവാൻ ഞാൻ മതി. സ്കൂളിലേക്ക് വേണ്ടി കുട്ടി പോവാൻ ഇറങ്ങുമ്പോൾ ഉമ്മാനെ വിളിക്കുക, വാതിലിൻ്റെ അടുത്തുനിന്ന് കൊലായിന്ന് വിളിക്കാം, ഉമ്മാ ഞാൻ പോവാട്ടോ. കുട്ടി പറയാണ്, അടുക്കളയിൽ ഇങ്ങനെ പത്തിരി പണ്ടാറടക്കാൻ പറഞ്ഞ് പത്തിരി ഉടനെ ഉമ്മ അവിടുന്ന് പറയാണ്, ഇതുവരെ പോയില്ലേ, പോടിയാ അവിടുന്ന്. അടുക്കളയിൽ നിന്ന് ഈ കുട്ടി ഓടിയ വഴിയിൽ പുല്ല് മുളയ്ക്കൂല. സ്കൂൾക്ക് കുട്ടീനെ പറഞ്ഞേച്ചതാ തള്ള. ഈ കുട്ടി ഉമ്മാന്റെ ചീത്തയും കേട്ട് സ്കൂളിൽ പോണ കുട്ടി അടുത്ത ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഒരു ചെക്കൻ ചിരിക്കും, എന്തൊരു രസാടി എന്നെ കാണാൻ. തന്നെ എൻ്റെ ഉമ്മ പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കിഷ്ട, എന്നാ എനിക്കും ഇഷ്ട, ആരും ഇഷ്ടപ്പെടാനില്ല. ഉമ്മ എന്താ പറഞ്ഞേ? പോടിയാവുന്നു. അല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഇടപെട്ടോ? ഈ കുട്ടി സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മ വന്നു സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി വളരുക. വാ ഉമ്മക്കൊരു ഉമ്മണ്ട, എന്നിട്ടോ പ്രാർത്ഥിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചോ മോള്? ഇല്ല, എന്നാ പ്രാർത്ഥിക്ക്. ഉമ്മ അറിയില്ലേ? അറിയും. നമ്മ ചൊല്ലിത്തരണോ? വേണ്ട, എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്ക്. നിമ്മനോട് സലാം പറയും, അസ്സലാമു അലൈക്കും. ഇപ്പോഴേക്കോ ഉമ്മാക്കൊരു ഉമ്മ കൊടുത്ത് ഉമ്മാന്റെ കയ്യും പിടിച്ച് പ്രാർത്ഥന ചൊല്ലി ആ ഗേറ്റ് അങ്ങോട്ട് കിടക്കുമ്പോൾ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കുങ്ങളെ. കാരണം എന്താ അറിയോ? സ്നേഹത്തിന്റെ നിറകുടമായ ഉമ്മ ആ കൊലായിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കൊലായിൽ ഇങ്ങനെ ഉമ്മ നിൽക്കണോണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കും കുട്ടി. ആ ഉമ്മ ചേട്ടാ. ആ കുട്ടിയെ അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോൾ ചെക്കൻ വരും. ഓൻ പറയും, എനിക്കിഷ്ടമാണ് പോണ ചെക്ക അവിടുന്ന്, അന്നെക്കാളും ഇഷ്ടമുള്ള ഒരു സാധനത്തിനെ കണ്ടാൽ ഞാൻ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടം. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പോണത്? എന്തുകൊണ്ടാണ് താനൂരിൽ നിന്ന് കുട്ടികൾ പോയത് ടൂറ്? എന്താ? നമ്മൾക്ക് പേരെന്താ? മക്കളെ പോറ്റണ്ടേ. എന്നിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുക, ബാക്കി സമയം കൂടുതൽ തോണ്ടുക, എന്നിട്ട് ഇടപെടാൻ മറന്നു പോകുന്നു. ഇസ്ലാമികമായ പാരന്റിങ്ങിന്റെ അടിസ്ഥാനപരമായ തത്വം ഈ ഇടപെടലാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം എങ്ങനെ നമ്മൾ ഇടപെട്ടത്? ഏറ്റവും പോസിറ്റീവായി, ഏറ്റവും മയത്തിൽ, സ്നേഹത്തിൽ. ചില പുരുഷന്മാർക്കൊക്കെ എപ്പോഴുള്ള കംപ്ലൈൻറ്റ് എന്തായിരിക്കും അറിയോ? ഓളമ്മ എപ്പോഴും ഇടപെടും ഞങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഓള് വിളിച്ചാണ്ട് ഉമ്മ മൂപ്പരുണ്ട് ഇങ്ങനെ പറയണേ, 5 പവൻ്റെ മാല ചോദിക്കേണ്ടെന്ന് വിൽക്കട്ടെ എന്ന്. അപ്പുറത്ത് അമ്മായി പറയും, കൊടുക്കണ്ട, ഉണ്ടാവില്ല കേട്ടോ, വലുതാവുമ്പോൾ. അപ്പോൾ ഓള് പറയും, തരണ്ടാന്ന് ഉമ്മ പറഞ്ഞിരുന്നത്. ഇടപെട്ടു. ഉമ്മ പറഞ്ഞപ്പോൾ ഈ പെണ്ണ് കേട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി കൂടെ നിന്നുകൊണ്ട് ഈ ഉമ്മ പറഞ്ഞാൽ ആരാ കേൾക്കാത്തത്? അപ്പോൾ ഇസ്ലാമികമായ പാരന്റിങ്ങിന്റെ ഒന്നാമത്തെ പണി ഈ ഇടപെടലാണ്. ഇറങ്ങുമ്പോഴോ ഒരു ഉഫ്രാനക്ക എന്നെങ്കിലും നീ പറഞ്ഞോ, അവിടെ വെക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾക്ക് വേറെ എന്താ പണി? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് എന്താ പണി? വെക്കലാ പണി? വിളമ്പല?
ഈ വെക്കലും വിളമ്പലും വീട് തുടയ്ക്കലും വീട് അടിച്ചു വാരലും അലക്കലും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പണി മക്കളെ നോക്കല. കാരണം പുതിയ ലോകത്ത് മക്കൾ തെറ്റിപ്പോകാൻ 1000 വഴികൾ, നീരാളിക്കൈകളുമായി മക്കളെ തേടിയിറങ്ങിയിരിക്കുന്ന സംഘങ്ങൾ. ഇവർക്കൊക്കെ ഇടയിൽ നിന്ന് മക്കളെ രക്ഷിച്ചെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, കൂടെ നിന്നേ പറ്റൂ, ഇടപെട്ടേ പറ്റൂ. സകലതിലും ഇടപെട്ട് രാവിലെ വിളിച്ചോണ്ടാൻ പോയി, എന്നിട്ടോ എന്താ ഒരൊറ്റ അടിയ കുട്ടീനല്ലേ എണീച്ച് പൊടി അവിടുന്ന്. ഉമ്മാന്റെ ദുർമുഖം കണ്ടല്ല കുട്ടി ഉണരുന്നുണ്ടോ? ഈ വലിയ കുട്ടിയായി. ഇടപെടാനുള്ള ഒരു വകുപ്പ്, ഒരു സ്നേഹം, ഒരടുപ്പം ഈ കുട്ടിയോട് നിങ്ങൾ ബാക്കി വെക്കണം. മോള് വന്ന് ഉമ്മനോട് ചോദിക്കണം, ഉമ്മ ഞാനേ +2-ലുള്ളൊരു ചെക്കൻ എന്നോട് ചോദിക്കുക, എനിക്കിഷ്ടമാണ്. ഇത് പറയാനുള്ള ഒരു 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 ചാനല് എൻ്റെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ പിന്നെ കൃത്യമായിട്ട് ഓർക്കണം. ഉണ്ടോ? ഇത് വേണം. അപ്പം എന്താ ഉമ്മ പറയേണ്ടത്? പ്രേമം ശരിയാക്കി തരണ, പാപ്പ കെട്ടി വരട്ടെ. ഇതൊന്നുമല്ല ഇതിൻ്റെ രീതി. ആ ഉമ്മ കൃത്യമായിട്ട് മോളിരിക്കേ. ഉമ്മ ഈ പ്രായം കഴിഞ്ഞ് വന്നതാ. നമ്മളെ തലച്ചോറിൽ ഈ ലൈംഗികമായ ഹോർമോണൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്കിതൊക്കെ തോന്നും, അങ്ങനെ ഉണ്ടാവും. ഇത് കൃത്യമായി കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഇടപെടൽ ആവശ്യമാണ്. ഈ ഇടപെടാനുള്ള ഒരു സ്കോപ്പ്, ഒരു വഴി അവിടെ വേണം. നിങ്ങളെ കുട്ടിയൊക്കെ നിങ്ങളുമായിട്ട്. ആൺകുട്ടികളും അങ്ങനെയാണ്. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ വളർത്തലിൻ്റെ 1ാമത്തെ ഘട്ടം പൂർത്തിയാവുക. 2, അതിൻ്റെ പേരാണ് തിരുത്തൽ. തിരുത്താൻ കഴിയണം. എന്താ തിരുത്തേണ്ടത്? എങ്ങനെയാ തിരുത്തേണ്ടത്? നമുക്ക് ഈ തിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താ? അടിസ്ഥാനം നിങ്ങൾ നന്മ ഉപദേശിക്കണം, തിന്മ വിരോധിക്കണം. അതാണ് ഇസ്ലാം. നിങ്ങൾ നന്മ ഉപദേശിക്കണം. മോനെ എങ്ങനെ ചെയ്യണം, ഇതരുത് അല്ലേ? ഈ ഉപദേശം, ഈ തർബിയത്ത് കൃത്യമായി കുട്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾ വളരൂല. കുട്ടികൾ അവരെ നമ്മൾ വളർത്തൽ എന്നതിലേക്ക് പോകില്ല. അവരങ്ങനെ മുന്നിൽ കാണുന്ന വഴിയിലൂടെ കുട്ടി നടക്കും. ആ മുന്നിൽ കാണുന്ന വഴിയൊക്കെ പോകാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വഴി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവരണം. അതെങ്ങനെയാ? കുട്ടിയെ തിരുത്തണം. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയെ വലത്തെ കൈയിലേക്ക് തിരുത്തണം. കുട്ടി എന്ത് ചെയ്താലും ആ കുട്ടിയെ എങ്ങനെ തിരുത്തിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാ തിരുത്തേണ്ടത്? സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി, സൗഹൃദത്തോടെ. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നത്. തിരുത്തണം. എൻ്റെ എനിക്കൊരു വല്യപ്പ 2010 മരിച്ചു പോയി. വല്യപ്പ മദീനത്തുൽ ഉലൂം അറബി കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന PP അബ്ദുൽ ഗഫൂർ മൗലവി എന്ന എൻ്റെ വല്യപ്പ, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പൻ, വലിയ പ്രഭാഷകനായിരുന്നു അയാൾ. പിന്നെ വല്യപ്പാൻ്റെ കയ്യിൽ നിന്നാണ് ഈ അറബി കോളേജിലെ വല്യപ്പയാണ് ഒരുപാട് കാലം ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൊലായിൽ 2 ആൾക്കാർ വന്ന് വല്യപ്പനോട് സംസാരിക്കുകയാണ്. വല്യമ്മ കട്ടൻ ചായ ഉണ്ടാക്കി ഗ്ലാസ്സിലൊഴിച്ചു. ആ ചായ എൻ്റെ കയ്യിൽ തന്നിട്ട് വല്യമ്മ പറഞ്ഞു, നീ ഇത് കൊണ്ടുവരണ്ട്. എൻ്റെ കൈ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 11 or 12 വയസ്സ് പ്രായം. ആ പ്രായത്തിലാണ് വല്യമ്മ 2 ഗ്ലാസ് വക്ക് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറയണത്, ഇത് കൊണ്ടുപോയിട്ട് ആ കൊലായിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്ക്. ഞാൻ ആ ചായയും കൊണ്ട് കൊലയ്ക്കാണ് ചെന്ന്. വല്യപ്പാനെ കണ്ട് വല്യപ്പ ചിരിച്ചു, ഞാനും ചിരിച്ചു. 2 കയ്യിലും ഗ്ലാസ്സാ. 1ാമത്തെ കയ്യിലെ ഗ്ലാസ് 1ാമത്തെ ആൾക്ക് കൊടുത്തു, 2ാമത്തെ കയ്യിലെ ഗ്ലാസ് 2ാമത്തെ ആൾക്ക് കൊടുത്തു. റെഡി? ഇപ്പൊ 2 ആൾക്കും ചായ കിട്ടി. അവർ 2 പേരും എന്നോട് ചിരിച്ചു. ഞാൻ തിരിഞ്ഞിങ്ങോട്ട് നടക്കുമ്പോൾ വല്യപ്പ ബാക്കിൽ വിളിച്ചിട്ടാ അവിടക്ക് നിൽക്ക് കേട്ടോ. ഞാൻ തിരിച്ചു ചെന്നു. ഞാൻ വിചാരിച്ചു വെരി ഗുഡ്, അടിപൊളി എന്ന് പറയാനാന്ന്. വല്യപ്പ പറഞ്ഞു, 2ാമത് കൊടുത്ത ചായ തിരിച്ചു വാങ്ങ്. അത് കേട്ടപ്പം വന്ന ആളൊന്ന് പേടിച്ചു. പടച്ചോനെ, ഇനി ഈ മൗലവി എനിക്ക് ചായ തരൂലേ? 2ാമത് കൊടുത്ത ചായ എന്നെ കൊണ്ട് തിരിച്ചു വാങ്ങി. ഞാനും വിചാരിച്ചു ഇയാൾക്ക് ചായ എടുക്കാൻ പറ്റാത്ത വൃത്തിയുടെ ചങ്ങായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയിക്കാണ്ട് വേഗം ആ ചായ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി. വല്യപ്പാൻ്റെ മുഖത്തേക്കൊക്കെ വല്യപ്പ പറഞ്ഞു, ഇനി വലത്തെ കൈ കൊണ്ട് കൊടുക്ക്. ഇപ്പം എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യൻ ഒരു തെറ്റ് സ്നേഹത്തിൽ, മയത്തിൽ ചേർത്തു പിടിച്ചുകൊണ്ട് തിരുത്തി. ഇന്നും ബസ് കയറിയിട്ട് 1 ഉറുപ്യ ചില്ലറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കീശയിൽ നിർത്ത് കൊടുക്കുമ്പോഴും വലത്തെ കൈ കൊണ്ടേ ഞാൻ കൊടുക്കൂ. അന്ന് എന്നെ വളർത്തിയപ്പോൾ എൻ്റെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ തിരുത്തിയതിൻ്റെ ഗുണകൂട്ടരെ ഇന്ന് ആരായി തിരുത്താൻ പോണ് ഉണ്ടോ? ഓരോന്നും ഇടപെട്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കണം. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, എന്ത് സാധനവും നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത് കൈയുണ്ട വലത് കൈ കൊണ്ട് കൊടുക്കണം. സ്വതക്ക കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് തന്നെ അതാ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത്, ഇടത് കൈ അറിയരുത്. എന്താ അപ്പൊ കൊടുപ്പ് ചെയ്തുകൊണ്ടാ എന്തും നിങ്ങൾ കൊടുക്കുക വലത്തെ കൈ കൊണ്ട്, വലതിനെ മുന്തിക്കും. അതാണ് ഇസ്ലാം.
കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം അത് ആരാ തിരുത്തി തരുന്നത്? നമ്മൾ സാധാരണ രണ്ട് കയ്യിൽ ഗ്ലാസ് കൊണ്ടുപോകുമ്പോൾ ഒരു കയ്യിലെ ഗ്ലാസ് ഒരാൾക്ക് മറ്റേ കയ്യിലെ ഗ്ലാസ് ഒരാൾക്ക് കൊടുക്കുക. ഇത് ചൂടുള്ള ചായ കളിക്കുന്ന കളിയല്ല, ഇതിന് വക്ക് പിടിക്കണം. ഇത് കൈ മാറ്റലൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് തിരുത്തിയത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കാര്യം എന്താ അറിയോ, എൻ്റെ വല്യപ്പ തിരുത്തിയത് എന്നെ മാത്രമല്ലല്ലോ, അല്ലല്ലോ, ആ വന്നിരിക്കുന്ന രണ്ടുപേർക്കും ഈ കാര്യം മനസ്സിലായി അല്ലേ? ആ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി, മൗലവി എന്ത് സാധനം വലത്തെ കൈ കൊണ്ട് കൊടുക്കണം എന്ന് കുട്ടിയെ പഠിപ്പിച്ചു. അങ്ങനെ വേണം, ഇനി അവരും അങ്ങനെ കൊടുക്കും. ഒരു സമൂഹം മാറാണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണ്ടേ? അവരെ തിരുത്താൻ കഴിയണ്ടേ? അപ്പം ഞാൻ എന്താ പറയണത്, മക്കളെ വളർത്തൽ എന്നതിൻ്റെ അടിസ്ഥാനം ഈ തിരുത്തലാണ്. അപ്പോൾ എന്ത് കാര്യവും ഇങ്ങനെ തിരുത്തി കൊടുക്കുമ്പോൾ മക്കളങ്ങനെ മനോഹരമായി വളർന്നു വരും. മൂന്നാമത്തെ കാര്യത്തിൻ്റെ പേരാണ് നിയന്ത്രണം. മക്കൾക്ക് ശിക്ഷണം കൊടുക്കണം. ശിക്ഷണം രണ്ടും രണ്ടാ. ശിക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പണിഷ്മെൻ്റ് ആണ്. ശിക്ഷണം എന്ന് പറഞ്ഞാലോ അത് നിയന്ത്രിച്ച് ഇടപെട്ട് തിരുത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒറ്റ വാക്കാണ് ശിക്ഷണം എന്ന്. ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറയുന്നത് എന്തായിരിക്കും അറിയോ? കുട്ടികൾക്ക് ഇന്ന് ശിക്ഷണം കുറവും ഭക്ഷണം കൂടുതലുമാണ്. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? അല്ലേ? ഭയങ്കര ഭക്ഷണം, എന്തോരം ഭക്ഷണം എന്ന് പറയും. ഭക്ഷണം ഇവിടെ ഉള്ളത് നോക്കിയെടുക്കുന്ന പുതിയ തലമുറ. അപ്പോൾ എന്താ കുട്ടികൾക്ക് കൂടുതലുള്ളത്? ഭക്ഷണം. കുറവോ? ശിക്ഷണം. എന്താ ശരിക്കും വേണ്ടത്? ശിക്ഷണം. ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതി. എന്തോരം തടി നമ്മളെ മക്കൾ, കുറച്ച് കുറഞ്ഞോട്ടെ, പ്രശ്നമില്ല. കേട്ടോ, കുട്ടികളെ നിയന്ത്രിക്കണം. അവൻ രാത്രി പുറത്തു പോവാൻ പാടില്ല. കയ്യിൽ മൊബൈൽ ഫോണുള്ള കുട്ടി, ചില കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തവർ, +2 കഴിഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തവർ, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഫോൺ വാങ്ങിക്കൊടുത്തവർ, അതൊക്കെ ഉണ്ടാവും. അതിനൊന്നും ഞാൻ പ്രശ്നം പറയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ആ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് അല്പമെങ്കിലും നിയന്ത്രണമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ ഓർത്തു വെക്കണം. ആൺകുട്ടി ഒരു ജോലി കിട്ടി ഒരു കുടുംബമാകുന്നത് വരെ, പെൺകുട്ടി വിവാഹം കഴിയുന്നത് വരെ ആ കുട്ടികളെ കയ്യിൽ രാത്രി മൊബൈൽ ഫോൺ ഉണ്ടാവരുത്. തെറ്റിപ്പോകും. വലിയ മനുഷ്യന്മാർ നോക്കണം. പുതിയ കണക്കനുസരിച്ചിട്ട് ഈ മൊബൈൽ ഫോണിനകത്ത് ആണും പെണ്ണും ഇണ ചേരുന്ന വൃത്തികെട്ട വീഡിയോകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 15 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മക്കളല്ല. 20 വയസ്സിനും 25 വയസ്സും പ്രായമുള്ള മക്കളും അല്ല. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട വീഡിയോകൾ കാണുന്നത് 30നും 50നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഞാനും നിങ്ങളൊക്കെയാണ് അർത്ഥം അല്ലേ? വലിയ ഒരു മനുഷ്യന് പോലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു സാധനം രാത്രി എല്ലാവരും ഉറങ്ങി ആരും കാണാത്ത ഒരു അവസരത്തിൽ ഇത് കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ കുട്ടി തെറ്റിപ്പോയോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എല്ലാ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സൈബർ ഇടങ്ങളിലാണ്. ഇതാണ് പ്രശ്നം. താനൂരിലെ 2 കുട്ടികൾ പോയി, ഒരു ചെക്കനും കൂടെ പോയി, ചെലവും കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തൊരു ചെക്കനെ വിളിച്ചത്. ഈ ചെക്കനും പോയി. ഈ ചെക്കനായിട്ട് എങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയത്? ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ട്, ആ കുട്ടീൻ്റെ ഫോണ് ഏത് സമയത്തും ഉമ്മാക്ക് ഇങ്ങോട്ട് വാങ്ങാനും ഓൻ്റെ 10 വിരലും അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഒരു വിരലെങ്കിലും ഇങ്ങനെ വെക്കാൻ കഴിയണം. അല്ലെങ്കിൽ കുട്ടിക്ക് ഫോൺ കൊടുക്കരുത്, എറിഞ്ഞു പൊട്ടിക്കണം. ഈ കുട്ടികൾ തെറ്റിപ്പോകും. അപ്പോൾ രാത്രി ഒരു 9 മണിയായി കഴിഞ്ഞാൽ ഉമ്മാക്ക് പുതിയൊരു പണിയുണ്ട്. മോളെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങണം, മോൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങണം. ഒരു മരണ വാർത്തയും ഈ കുട്ടിക്ക് രാത്രി ആരും വിളിച്ച് പറയില്ലല്ലോ. ഒരു വാർത്തയും കുട്ടീനെ ആരും വിളിക്കൂലല്ലോ. വാപ്പൊന്ന് കഴിഞ്ഞ് വീണാൽ കുട്ടീൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കൂലല്ലോ. മപ്പൻ്റെ ഫോണിലേക്കല്ലേ വിളിക്കുക. കുട്ടിക്ക് എന്തിനാ രാത്രി ഫോൺ? രാത്രി വരെ ഫോൺ ഉപയോഗിച്ചോട്ടെ. രാത്രി 9 മണി കഴിഞ്ഞാൽ 9:30 കഴിഞ്ഞാൽ ഈ ഫോണ് ഉമ്മാൻ്റെ കയ്യിൽ ഇങ്ങോട്ട് തരണം. അത് നിങ്ങളുടെ വീട്ടിൽ റൂമിൽ കൊണ്ടു ചെന്ന് വെച്ച് റൂം അടച്ച് കുറ്റിയിട്ട് നിങ്ങൾ കിടക്കാവും. അല്ലെങ്കിൽ കുട്ടി എപ്പോഴെങ്കിലും റൂമിൽ നിന്ന് ഫോൺ എടുത്തുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളാണ്. കുട്ടി തെറ്റിപ്പോവാതിരിക്കാനുള്ള നിയന്ത്രണം ഞങ്ങളോട് പറഞ്ഞതാ. ഇതാണ് ഇസ്ലാമിക് പാരന്റിങ്. അതിശക്തമായ നിയന്ത്രണം. എന്നാലോ അതിനകത്ത് സ്നേഹം, അതിനകത്തൊരു സൗഹൃദം, അതിനകത്ത് ഒരു മയം.